വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. മാർച്ച് 21, 1935. പലപ്പോഴും വിശുദ്ധ ബലിയർപ്പണ സമയത്ത് എൻ്റെ ആത്മാവിൽ കർത്താവിനെ ഞാൻ കാണുന്നു. എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അവിടുത്തെ ദൈവിക കടാക്ഷം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു വാക്കുച്ചരിക്കാതെ തന്നെ ഞാൻ അവിടുത്തോട് ദീർഘമായി സംസാരിക്കുന്നു. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ ഞാൻ അറിയുന്നു. അവിടുത്തെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നവ ഞാൻ എപ്പോഴും ചെയ്യുന്നു. മതിവരുവോളം ഞാൻ അവിടുത്തെ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നു. ഹൃദയാന്തർഭാഗത്ത് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ വളരെ സന്തോഷിക്കുന്നു. അത് എപ്രകാരം പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആത്മാവിന് അത് ദീർഘനേരം സഹിക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ, ശരീരത്തിൽ നിന്നുള്ള വേർപാട് അനിവാര്യമായി വരുന്നതിനാൽ അപ്രകാരമുള്ള നിമിഷങ്ങൾ ഹ്രസ്വമാണ്. ഈ നിമിഷങ്ങൾ വളരെ ഹ്രസ്വമെങ്കിലും ആത്മാവിലേക്ക് പ്രസരണം ചെയ്ത അതിൻ്റെ ശക്തി ദീർഘനേരം നിലനിൽക്കുന്നു. ഒരു പ്രയത്നവും കൂടാതെ ആഴമായ ദൈവാനുഭവം ആവരണം ചെയ്യുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അത് കുറയുകയോ എൻ്റെ കടമകൾ നിർവഹിക്കുന്നതിൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ആത്മാവിൻ്റെ യാതൊരു പ്രയത്നവും കൂടാതെ നിരന്തരമായ ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അഗാധമായ കടലിൽ അലിഞ്ഞു ചേർന്ന ഒരു തുള്ളി വെള്ളമെന്ന പോലെ ഞാൻ അവിടുത്തോട് ഗാഢമായി സംയോജിച്ചിരിക്കുന്നു. അവസാന വ്യാഴാഴ്ച എൻ്റെ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ ഇപ്രകാരം ഒരു കൃപ എനിക്ക് അനുഭവപ്പെട്ടു. അത് സാധാരണയേക്കാൾ ദീർഘനേരം നീണ്ടുനിന്നു. വിശുദ്ധ ബലിയുടെ സമയം മുഴുവനും നീണ്ടുനിന്നതിനാൽ ആനന്ദം കൊണ്ട് മരിച്ചു പോകുമെന്ന് പോലും തോന്നി. അത്തരം സന്ദർഭങ്ങളിൽ ദൈവത്തെപ്പറ്റിയും അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെപ്പറ്റിയുമുള്ള എൻ്റെ അറിവ് വളരെ ശക്തമാവുകയും എന്നെപ്പറ്റിയും എൻ്റെ ദുരിതാവസ്ഥയെപ്പറ്റിയും കൂടുതൽ ബോധവതിയാവുകയും ചെയ്യുന്നു. എന്നെപ്പോലെ ദുരിതപ്പെട്ട ആത്മാവിനോട് കർത്താവിനുള്ള വലിയ കനിവ് കണ്ട് ഞാൻ വിസ്മയിച്ചു പോകുന്നു. വിശുദ്ധ ബലിക്ക് ശേഷം ഞാൻ ദൈവത്തിൽ പൂർണ്ണമായും ലയിച്ചു ചേർന്നു. എൻ്റെ ഹൃദയാന്തർഭാഗത്ത് അവിടുത്തെ ഓരോ കടാക്ഷത്തെപ്പറ്റിയും ഞാൻ ബോധവതിയായിരുന്നു. ഉച്ചസമയത്ത് ഞാൻ ഒരു നിമിഷത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ചു. വീണ്ടും കൃപയുടെ ശക്തിയാൽ എൻ്റെ ഹൃദയം ജ്വലിച്ചു. സ്മൃതിധ്യാനം തുടർന്നു കൊണ്ടുപോയപ്പോൾ സാത്താൻ ഒരു പൂപാത്രമെടുത്ത് ദേഷ്യത്തോടെ തൻ്റെ ശക്തി മുഴുവനും എടുത്ത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൻ്റെ അസൂയയും ഉഗ്രകോപവും ഞാൻ കണ്ടു. ചാപ്പലിൽ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ഞാൻ എഴുന്നേറ്റ് പൂപാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും പൂവെച്ച് ആരെങ്കിലും വരുന്നതിന് മുൻപായി എല്ലാം ശരിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ എനിക്കത് ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് മദർ സുപ്പീരിയർ ബോർജിയയും സങ്കീർത്തി നോക്കുന്ന സിസ്റ്ററും വേറെ കുറെ സിസ്റ്റേഴ്സും കൂടെ അവിടെ എത്തി. അൾത്താരയിൽ ഞാൻ എന്തോ ചെയ്തപ്പോൾ പൂപാത്രം വീണുടഞ്ഞതാണെന്ന് കരുതി മദർ സുപ്പീരിയർ അതിശയപ്പെട്ടു. സങ്കീർത്തി നോക്കുന്ന സിസ്റ്റർ തൻ്റെ നീരസം വെളിപ്പെടുത്തി. ഞാൻ സ്വയം ന്യായീകരിക്കാനോ കാര്യങ്ങൾ വിവരിക്കാനോ ശ്രമിച്ചില്ല. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഞാൻ തീർത്തും അവശയായി. തിരുമണിക്കൂർ ആചരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതിനാൽ നേരത്തെ ഉറങ്ങാൻ പോകാനുള്ള അനുവാദം മദർ സുപ്പീരിയറിൽ നിന്ന് ചോദിച്ചു വാങ്ങി. കിടന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോയി. എന്നാൽ ഏതാണ്ട് 11 മണിയായപ്പോൾ സാത്താൻ എൻ്റെ കിടക്ക പിടിച്ചു കുലുക്കി. ഞാൻ പെട്ടെന്നുണർന്ന് ശാന്തമായി കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് പ്രായശ്ചിത്തം ചെയ്യുന്ന ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ നിഴലുകൾ പോലെ കാണപ്പെട്ടു. അവരുടെ ഇടയിൽ ധാരാളം പിശാചുകളെ ഞാൻ കണ്ടു. അവയിലൊന്ന് പൂച്ചയുടെ രൂപമെടുത്ത് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതെന്റെ കിടക്കയിലും കാലിലും ചാടി വീണുകൊണ്ടിരുന്നു. 1 ടണ്ണോളം ഭാരം അതിനുണ്ടായിരുന്നു. ഈ സമയം മുഴുവൻ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. പുലർച്ചെയായപ്പോൾ ഇവയെല്ലാം അപ്രത്യക്ഷമായി. എനിക്ക് സുഖമായി ഉറങ്ങാൻ സാധിച്ചു. രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ ഈ സ്വരം കേട്ടു. നീ എന്നോട് ഐക്യപ്പെട്ടിരിക്കുന്നു, ഒന്നും ഭയപ്പെടേണ്ട. എൻ്റെ കുഞ്ഞെ, സാത്താൻ നിന്നെ വെറുക്കുന്നു എന്നറിയുക. എല്ലാ ആത്മാക്കളെയും അവൻ വെറുക്കുന്നു.
എന്നാൽ നിന്നോടുള്ള പ്രത്യേകമായ വെറുപ്പുകൊണ്ട് അവൻ കത്തിജ്വലിക്കുകയാണ്. കാരണം അവൻ്റെ ആധിപത്യത്തിൽ നിന്ന് വളരെ ആത്മാക്കളെ നീ പിടിച്ചെടുത്തിരിക്കുന്നു.